നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും ഓവറായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ മൗത്ത് വാഷുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. അപ്പോൾ ശരിക്കും മൗത്ത് വാഷുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? പല രോഗികളും ചോദിക്കുന്ന ഒന്നാണ്. ഡോക്ടർ, ഞാൻ ഒരു മൗത്ത് വാഷ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പം മൗത്ത് വാഷുകൾ അല്ലെങ്കിൽ വായ ശുചീകരണ ലായനികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതും ഒരു മരുന്ന് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിവതും മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ മൗത്ത് വാഷുകൾ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പം നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്തു എന്ന് വിചാരിക്കുക. പല്ല് വൃത്തിയാക്കിയതിന് ശേഷം ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ ഒരുപാട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അഴുക്കിരുന്നിട്ട് അവിടെ ഒരുപാട് നീർവീക്കമുണ്ട്. അവിടെ ഒരു നീർവീക്കം കാരണം നല്ല ഒരു മോണവീക്കം കാരണം ബ്ലീഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്ലീഡിംഗ് ഒക്കെ ഒന്ന് മാറിയിട്ട് മോണയൊന്ന് നോർമലി ഒരു ഹെൽത്തി ലെവലിലോട്ടൊന്നാകുന്ന ആ ഒരു സമയം വരെ ഒരു നിർദ്ദിഷ്ട കാലത്തേക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ നമുക്ക് ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള മൗത്ത് വാഷുകൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പുളിപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീസെൻസിറ്റൈസിങ് ആയിട്ടുള്ള മൗത്ത് വാഷുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പല്ലിൽ കമ്പി ഇട്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റീമിനറലൈസേഷൻ ഒന്ന് ആക്ട് ചെയ്യാൻ വേണ്ടി ഡീമിനറലൈസേഷനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പല്ലിൽ നിന്നും കുറച്ച് ഈ മിനറൽസ് കുറച്ചൊന്ന് ദ്രവീകരിച്ച് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനെ വീണ്ടും പല്ലിൻ്റെ സർഫസിൽ വരുത്താനായിട്ട് റീമിനറലൈസേഷൻ സംഭവിപ്പിക്കാനായിട്ട് ആ ധാതുക്കളൊക്കെ കറക്റ്റായിട്ട് പല്ലിലൊന്ന് വരാൻ വേണ്ടിയിട്ട് ആഗിരണം ചെയ്യാനായിട്ട് നമുക്ക് റീമിനറലൈസേഷൻ സഹായിക്കുന്ന തരത്തിലുള്ള മൗത്ത് വാഷുകൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് അതും എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരിക്കലും ഒക്കെ ആയിട്ട് നമുക്ക് ഈ പല്ലിൽ കമ്പി ഇടുന്ന സമയത്ത് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. വായ്നാറ്റമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചില പ്രത്യേകതരം മോളിക്യൂൾസ് അടങ്ങിയിട്ടുള്ള മൗത്ത് വാഷസ് ആ സമയത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് ഇപ്പോൾ വായിൽ ഈ ഡ്രൈനസ് വരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വെറ്റ് മൗത്ത് പോലെയുള്ള, അതായത് ആർട്ടിഫിഷ്യൽ സലൈവ പോലെ ആക്ട് ചെയ്യുന്ന തരത്തിലുള്ള ചില ഈ മൗത്ത് വാഷസും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ ഏതെങ്കിലും ഒരു മൗത്ത് വാഷ് പെട്ടെന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലർ അതിനകത്ത് ഒരുപാട് ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് കെമിക്കൽ ബേൺസ് ഉണ്ടാക്കും. ചിലപ്പോൾ വായ്ക്കകത്തുള്ള ശ്ലേഷ്മ സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ സ്കിന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റാണ്. അപ്പോൾ പൊള്ളലുണ്ടാകാനൊക്കെ ചിലപ്പോൾ കാരണമാകും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മൗത്ത് വാഷ് ചിലപ്പോൾ ഷുഗർ ഫ്രീ ആകണമെന്നില്ല, അല്ലെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ആകണമെന്നില്ല. അപ്പോൾ ഷുഗർ ഫ്രീ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ദന്തക്ഷയം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഫ്ലേവേർഡ് മൗത്ത് വാഷസ് ഉപയോഗിക്കുമ്പോഴത്തേനും. അതല്ല, നമുക്ക് ഇപ്പോൾ അതുപോലെ തന്നെ ഈ ആൽക്കഹോൾ ഉള്ള മൗത്ത് വാഷസ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ആൽക്കഹോൾ മൗത്ത് വാഷസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടമാനം ഈ ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള മൗത്ത് വാഷ് വായിലോട്ട് പോകുമ്പോഴത്തേക്കും വായിലെ ആ ഒരു മ്യൂക്കസ് മെമ്പറൈൻ ഡ്രൈ ആകും. ഡ്രൈ മൗത്ത് ഉണ്ടാകാൻ, വായ വരണ്ടുണങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളതും ഒരു ഷുഗർ ഫ്രീ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മൗത്ത് വാഷ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് തന്നെ ഈ ക്ലോറക്സിൻ പോലെയുള്ള മൗത്ത് വാഷുകൾ നമ്മളൊരു 3 ആഴ്ച കൂടുതലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ പല്ലുകളിൽ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ്, ഒരു മഞ്ഞ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള കറകൾ വരാനും ഒക്കെ കാരണമാകും. സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാവിലെ നമ്മുടെ രസമൂലങ്ങൾക്ക്, ടേസ്റ്റ് ബഡ്സിന് ഡാമേജ് വരാൻ കാരണമാകും. പലപ്പോഴും ഈ ബഡ്സിൻ്റെയൊക്കെ പോറുകൾക്ക് സ്റ്റീനോസിസ് എന്ന് പറയും. അതായത് ടേസ്റ്റ് ബഡ്സിൻ്റെ ചെറിയ ചെറിയ സുഷിരങ്ങൾക്ക് അവയുടെ വ്യാസം കുറഞ്ഞിട്ട് അത് അടഞ്ഞു പോവുക. അപ്പോൾ അത് കാരണം നമുക്ക് ടേസ്റ്റിൽ ഭാവിയിൽ വ്യത്യാസം ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ തന്നെ ഒരു മെറ്റാലിക് ടേസ്റ്റ് ഒക്കെ വായിൽ തോന്നുക. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും സംഭവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നിർദ്ദിഷ്ട കാലഘട്ടത്തിലേക്ക് ഒരു 2 ആഴ്ചയിലേക്കോ 3 ആഴ്ചയിലേക്കോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഒരു മോണയിലെ ഒരു സർജറി ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്തു, ആ ഒരു സമയത്തേക്കൊക്കെ ചിലപ്പോൾ നമ്മളൊരു ബിറ്റാഡിൻ മൗത്ത് വാഷ് പോലെയുള്ളവ ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള മൗത്ത് വാഷുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ ഇൻഡിക്കേഷൻസ് അനുസരിച്ചിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ദിവസവും ഈ മൾട്ടി വൈറ്റമിൻ ഗുളികകൾ കഴിക്കുന്നത് പോലെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അനാവശ്യം നമ്മൾ സാധാരണയായിട്ട് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. ഒരു സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുപോലെ അനാവശ്യമായൊരു ഓറൽ സപ്ലിമെൻ്റ് ആയിട്ട് ഒരു അഡ്ജങ്ക്റ്റ് ആയിട്ട് മൗത്ത് വാഷുകൾ നിത്യേന ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആവശ്യമുള്ള കണ്ടീഷൻസിൽ നിങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്നുണ്ടാവും. ആ ഒരു പീരീഡിലേക്ക് ഉപയോഗിച്ച് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. നമസ്കാരം.